എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഹാഫ് ബീഡ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. ഹാഫ് ബീഡോ അല്ലെങ്കിൽ സ്റ്റോൺ സ്റ്റിക്കറെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് സ്റ്റിക്കർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റിക്കർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ എടുത്താലും മതി. ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ട്രേസിങ് പേപ്പർ അതൊക്കെ എടുത്താലും മതി. അതായത് ഒരു സൈഡ് കുറച്ച് സ്മൂത്ത് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ മാസ്കിംഗ് ടേപ്പ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി ആ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലാണ് നമ്മൾ പണിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ ഒരു റെക്റ്റാങ്കുലർ പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റിക്കറായി മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഡ്രോപ്സ് ആയിട്ട് ഈ ഒരു പേപ്പർ, അതായത് മാസ്കിംഗ് ടേപ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര സൈസുള്ള ബീഡാണോ വേണ്ടുന്നത് അത്രയും വലുപ്പം നിങ്ങൾ ആ ഡ്രോപ്പ് ചെയ്യുന്ന ആ ഒരു ഫെവിക്കോളിന് ഉണ്ടാവണം. ഇപ്പോൾ ചെറുത് മതിയെങ്കിൽ ചെറിയൊരു ഡ്രോപ്പും വലിയ ബീഡ് വേണമെങ്കിൽ വലിയ ഡ്രോപ്പുമാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഫെവിക്കോളിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്ലൂ ഗൺ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ സാധാരണ ഗ്ലൂ വെച്ചിട്ട് ചെയ്യുമ്പം അത്ര ശരിയാവുന്നില്ല. അപ്പം സാധാരണ ഗ്ലൂ യൂസ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമ്മൾ ഇതിനെ ഉണങ്ങാൻ വെക്കണം. അപ്പോൾ ഉണങ്ങാൻ വെക്കാൻ നല്ല പോലെ ഉണങ്ങണം. അപ്പം ഇത് ഉണങ്ങാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പൊടിയാവാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് മാറിപ്പോവാനോ ഒന്നും പാടില്ല. അപ്പം നല്ല വൃത്തിയിൽ ഇതിനെ അനക്കാതെ കൊണ്ടുപോയി ഉണക്കാൻ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഒരു 24 hours ഒക്കെ എടുക്കും ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളുടെ ആ ഗ്ലൂവിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് ആയിരിക്കും ഇത് എത്ര സമയം എടുക്കും എന്നുള്ളത്. ഇപ്പം നമ്മുടെ ഫെവിക്കോളൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് നെയിൽ പെയിൻ്റ് ആണ്, നെയിൽ പോളിഷാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പെയിൻ്റ് ഒന്നും ഇല്ലാത്തവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു രീതിയാണിത്. അപ്പം ഞാൻ സിൽവർ നെയിൽ പെയിൻ്റ് എടുത്തിട്ട് അതായത് പോലെ ഈ ഒരു മേലത്തെ റോല് ബീഡ്സിനൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ റോയിൽ മൊത്തം റെഡാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ വലുപ്പം കുറച്ച് കൂടുതലായതുകൊണ്ട് ചെറിയ സൈസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഫെവിക്കോളും ഡ്രോപ്സും കൂടെ ചെയ്തിട്ട് അതിന് ബ്ലാക്ക് കളറും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതും നല്ലപോലെ ഉണങ്ങാൻ വയ്ക്കാം. അപ്പോൾ നല്ലപോലെ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ അടുത്ത്, അതായത് ആ ഒരു നമ്മുടെ ആ റൗണ്ടിന് അടുപ്പിച്ച് വേണം കട്ട് ചെയ്യാൻ. നമ്മളെ മാസ്കിംഗ് ടേപ്പൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ദാ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബാക്കിലത്തെ സ്റ്റിക്കർ പേപ്പർ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിത്ത് ഗ്ലൂ ഉള്ള സ്റ്റിക്കറാണ് നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ ഇങ്ങനെ വേണ്ട, അതായത് നമുക്കിങ്ങനെ ഇളക്കി എടുക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇതിനെ കട്ട് ചെയ്തിട്ട് ഈ താഴത്തെ പേപ്പർ ഇളക്കിയിട്ട് വേറൊരു പ്ലാസ്റ്റിക് ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ദാ നമുക്ക് ഈ ഒരു സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു റെഡും ഒരു സിൽവറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ മേലെ ഈ ഒരു റെഡ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു സ്റ്റിക്കർ പേപ്പർ നമ്മൾ റിമൂവ് ചെയ്യുക, എന്നിട്ട് ഇത് ഒട്ടിക്കാം. കണ്ടോ എത്ര എളുപ്പത്തിലാണ് നമ്മൾ സ്റ്റോൺ സ്റ്റിക്കർ ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻറ്റ് ബോക്സിലൂടെ. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.